ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായ കവിതയിലെ ചോദ്യോത്തരങ്ങളാണ്. പാർട്ട് 1. പേജ് നമ്പർ 16-ൽ 3 ചോദ്യങ്ങൾ കാണാം. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾക്ക് പഠിക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. ഉത്തരം നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസലോം കി മുസ്കാൻ സെ ക്യാ താൽപര്യ ഹെ? ഫസലോം കി വിളവുകളുടെ, മുസ്കാൻ സെ പുഞ്ചിരി കൊണ്ട്, പുഞ്ചിരി എന്നതുകൊണ്ട്, ക്യാ താൽപര്യ ഹെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം നോക്കാം. ഫസലോം കി മുസ്കാൻ സെ താൽപര്യ ഹെ കി ഗേത്ത് മേ सोने के रंग का फसलों से समृद्ध है, यानी हरा भरा खेती की उपज सुंदर लगती है. അർത്ഥം നോക്കാം. ഫസലോം കി മുസ്കാൻ സെ താൽപര്യ ഹെ കി വിളവുകളുടെ പുഞ്ചിരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്തെന്നാൽ, ഗേത്ത് മേ സോനേക്കെ രംഗ് കാ വയലിൽ, സോനേക്കെ രംഗ് കാ സ്വർണത്തിന്റെ നിറത്തിലുള്ള, ഫസലോം സെ സമൃദ്ധി വിളവുകളെ കൊണ്ട് സമൃദ്ധമാണ്, സമ്പൽ സമൃദ്ധമാകുന്നു. യാനി അതായത് ഹരാബര ഗേത്തിക്ക് ഉപജ് സുന്ദർ ലഗ്തി ഹെ. ഹരാബര ഗേത്തിക്ക് ഉപജ് പച്ച പിടിച്ച കൃഷി ഉൽപ്പന്നങ്ങൾ സുന്ദരമായിട്ട് തോന്നുന്നു. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാൻ കൂടത്തി കിശോരിയോം കി കോകിൽ കണ്ടി താൻ ഇസസി ആപ്പിനെ ക്യാ സമച്ച? അതായത് അർത്ഥം നോക്കാം. ദാൻ കൂടത്തി കിശോരിയോം കി കോകിൽ കണ്ടി താൻ. ദാൻ കൂടത്തി എന്ന് പറഞ്ഞാൽ നെല്ല് കുത്തുന്ന, കിശോരിയോം കി കന്യകമാരുടെ, കോകിൽ കണ്ടി ശ്രുതിമധുരമായ, താൻ സ്വരം. ഇസസി ആപ്പിനെ ക്യാ സമച്ച? ഇതിൽ താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ആൻസർ നോക്കാം. इससे समझता है कि ग्रामीण बालाए मेहनत करते हुए मधुर गीत गाती है और खेती करते समय किशोरियों की मधुर गीत सुनकर मन को बहुत आनंद मिलती है. അർത്ഥം നോക്കാം. इससे समझता है कि ഇതിൽ നിന്ന് മനസ്സിലാവുന്നു എന്തെന്നാൽ, ഗ്രാമീൺ ബാലായെ ഗ്രാമീണ കന്യകമാർ, അതായത് ഗ്രാമീണ പെൺകുട്ടികൾ, മെഹനത്ത് കർത്തേ ഹുയെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, മധുർ ഗീത് ഗാത്തി ഹെ മധുരമായ പാട്ട് പാടുന്നു, അവർ മറ്റൊന്ന് കേത്തി കർത്തേ സമയ കൃഷി ചെയ്യുന്ന സമയം, കിശോരിയും കി മധുർ ഗീത് ഈ കന്യകമാരുടെ മധുരമായ ഗീത്, സുൻകർ കേട്ടിട്ട്, മൻകോ ബഹുത് ആനന്ദ് മിൽത്തായ മനസ്സിന് വളരെ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം മിൽത്തിയെ കിട്ടുന്നു. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗംവൈ പഗണ്ടി കി ചന്ദൻ വർണി ധൂൽ യഹാ ഗാവ് കാ കോൺസാ ചിത്ര പ്രകട് ഹോത്താ ഹെ? അർത്ഥം നോക്കാം. ഗംവൈ പഗണ്ടി കി ചന്ദൻ വർണി ധൂൽ. ഗംവൈ അതായത് ഗ്രാമത്തിലുള്ള, ഗംവൈ എന്ന ഗാവ് ഗ്രാമീൺ എന്ന് പറയാം. പഗണ്ടി ഒറ്റയടി പാത, ട്രയൽ, അതായത് ഒറ്റയടി പാതയിലെ, ചന്ദൻ വർണി ധൂൾ എന്താണ്, സ്വർണവർണ്ണമുള്ള പൊടി, യഹാം ഗാവുക ഇത് ഇവിടെ പറയുന്നുണ്ട്. യഹാ ഇവിടെ ഗാവുക കോൺസ ചിത്ര പ്രകടമാത്ത. ഇവിടെ ഇങ്ങനെ പറയുന്നതിൽ ഗ്രാമത്തിന്റെ എന്ത് ചിത്രമാണ് പ്രകടമാവുന്നത്? ഉത്തരം നോക്കാം. ആൻസർ ഗംവൈ പഗണ്ടിക്ക് ചന്ദൻ വർണി ധൂൽ യഹാം ഗാവുക സുന്ദർ ചിത്ര പ്രകടമാത്ത ഹെ. അവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൽ നിന്നും പ്രകടമാവുന്നത്, ഗംവൈ പഗണ്ടിക്ക് ചന്ദൻ വർണി ധൂൾ എന്നതുകൊണ്ട് പ്രകടമാവുന്നത്, യഹാം ഗാവുക സുന്ദർ ചിത്ത് പ്രകട ഹോത്താ ഹെ. യഹാം ഇവിടെ ഗാവുക ഗ്രാമത്തിന്റെ സുന്ദർ ചിത്ര സുന്ദരമായ ചിത്രമാണ് പ്രകട ഹോത്താ ഹെ പ്രകടമാവുന്നത്. അവർ മറ്റൊന്ന് ഗാവ് കി ഗലിയോം കി സോനേക്കെ രംഗ് കാ ധൂലി കാ എഹ്സാസ് ഹുവാ ഹെ. ഗാവ് കി ഗലിയോം കി ത്തിലുള്ള തെരുവുകളിലെ, സോനേക്കെ രംഗ് കാ സ്വർണത്തിന്റെ നിറത്തിലുള്ള, ധൂലിക എഹ്സാസുവായെ പൊടികളുടെ അനുഭവമാണ് ഉണ്ടാവുന്നത്. എഹ്സാസുവായെ അനുഭവമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പുറമേ ഒരു 3 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പഠിക്കാം. അടുത്തത് നോക്കാം. ബഹുത് ദിനോം കെ ബാദ് നാമക് കവിത കിസ്നെ ലിഖാ?
ബഹുത്ത് ദിനോം കെ ബാദ് എന്ന് പേരായ കവിത കിസ്നെ ലിഖ, ആരാണ് എഴുതിയത്? ആൻസർ നാഗാർജുൻ. നാഗാർജുൻ എന്ന കവിയാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, യേ കിസ് വിധാ കി രചന ഹെ, ഇത് ഏത് വിധത്തിൽപ്പെട്ട രചനയാകുന്നു? ഉത്തരം കവിത. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് കവിതാമേം കവി ക്യാ ക്യാ വർണ്ണൻ കർത്താ ഹെ, ഈ കവിതയിൽ കവി എന്തൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഉത്തരം കവി പ്രകൃതി പ്രേം കാ ചിത്രൺ കർത്തേ ഹെ, കവി പ്രകൃതി സ്നേഹത്തിന്റെ ചിത്രമാണ് വിവരിച്ചിരിക്കുന്നത്, വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പേജ് നമ്പർ 17 നോക്കുക. ചർച്ച കരേ, അബ് കി മേനെ ജീബർ ദേക്കി, അബ് കി മേൻ ജീബർ സുൻ പായ, 2 വരികളിൽ അടിവര ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കവിതാമേം ജീബർ, ഒന്ന് കവിതാമേം ജീബർ ശബ്ദ ക പ്രയോഗ, ഈ ശബ്ദത്തിന്റെ പ്രയോഗം. ബാർ ബാർ ഹുവാ ഹെ, വീണ്ടും വീണ്ടും വന്നിരിക്കുന്നു. ഇസ്കി വിശേഷത പർ ചർച്ച കരെ, ഇതിന്റെ വിശേഷതയെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ വിശേഷത എന്ന് പറഞ്ഞാൽ കവി ഒരുപാട് ദിവസങ്ങളോളമായി പ്രകൃതിയിൽ ഒരു ചെടികളും പച്ചപ്പും വിളവുകളും ഒന്നും ഇല്ലാതെ വറ്റി വരണ്ട് കിടക്കുന്നതായി കാണുന്നു. എന്നാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിന് കുളിർമ നൽകുന്ന പൂക്കളും ചെടികളും വിളവുകളും വയലിൽ നിറഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഹൃദയം നിറയെ പ്രകൃതി സൗന്ദര്യം കാണുകയും കേൾക്കുകയും ചെയ്തു. അതാ നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. പേജ് നമ്പർ 17 തന്നെയാണ്. നോക്കാം. कवि ने कविता में कई विशेष अर्थ वाली पंक्तियों का प्रयोग किया है, ऐसी पंक्तियां पहचान कर लिखे. जैसे കിശോരിയും കി കോകിൽ കണ്ടി താൻ, മാതൃക കൊടുത്തത് അത്. ഓക്കെ, എന്താ നോക്കാം. കവിനെ കവി, കവിതാമേം കവിതയിൽ, കൈ അനേകം, വിശേഷ അർത്ഥവാലി പങ്ക്തിയാം ക പ്രയോഗിക്കായി, വിശേഷ അർത്ഥമുള്ള വരികളുടെ പ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നു. ഐസി പങ്ക്തിയാം, അങ്ങനെയുള്ള വരികൾ പഹജാൻകർ തിരിച്ചറിഞ്ഞിട്ട് ലിഖി എഴുതുക. ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അവിടെ, ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. എന്താ? കിശോരിയും കി കോകിൽ കണ്ടി താൻ, ഇതാണ് ഒന്ന്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് അവിടെ അതേപോലുള്ള വിശേഷ ശബ്ദങ്ങൾ ലൈന് നമ്മൾ അവിടെ നിന്നും ടെക്സ്റ്റിൽ നിന്നും അതായത് കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പം ആദ്യം പൂരിപ്പിക്കേണ്ടത് നോക്കാം. അതായത് രണ്ടാമത് എന്ന് പറയാം. ആദ്യം അവിടെ മാതൃക കൊടുത്തു, രണ്ടാമത്തേതാണ് ഇനി പറയാൻ പോകുന്നത്. അത് നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടത്. ആ ഫില്ലപ്പ് ചെയ്യാനുള്ളിടത്ത് ആദ്യം നമ്മൾ എഴുതുക. രണ്ടാമത്തെ ഭാഗത്ത് പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, അതാണ് എഴുതേണ്ടത് രണ്ടാമത്. ഇനി മൂന്നാമത്തെ ലൈനിൽ എഴുതുക, പൂരിപ്പിക്കേണ്ടിടത്ത് മൗൽസിരി കെ ഡേർ ഡേർ സെ താജെ ടെട്ട് കെ ഫൂൽ, അത് എഴുതി കൊടുക്കുക. അതാണ് വിശേഷമായിട്ടുള്ള ശബ്ദം ആ ലൈനിലുള്ളത്. അടുത്ത് പൂരിപ്പിക്കേണ്ടത് ഗംവൈ പകണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൾ, അതാണ് പൂരിപ്പിക്കേണ്ടത്. അടുത്തത് പൂരിപ്പിക്കേണ്ടത് മേനെ ജീബർ താൽമക്കാന ഖായ. ഓക്കെ, 4 നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 18 വരിക. സമാൻ ആശയവാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖേ, ഉറപ്പായും എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, മാർക്ക് കളയരുത്. ഒന്നാമത്തേത് ഗേത്ത് സ്വർണവർണ്ണി ഫസലോം സെ സമൃദ്ധ ഹെ, കേത്ത് വയല് സ്വർണ്ണ നിറമുള്ള വിളവുകൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാകുന്നു. ഓക്കെ, കവിതയിൽ ഇതിന് സമാനമായ ആശയമുള്ള വരികൾ ഏതാണ്? നിങ്ങൾ തന്നെ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ ഓക്കെ, ഏതാണ്? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, അതാണ് ആ വരികൾ. അടുത്തത് പേജ് നമ്പർ 16 മൂന്നാമത്തെ ലൈൻ എടുത്ത് എഴുതി. ഓക്കെ, ഇനി 2 വായിച്ചു നോക്കാം. പേജ് നമ്പർ 18 നോക്കുക. ഗ്രാമീൺ ബാലായെ മെഹനത്ത് കർത്തേ ഹുയെ മധുർ ഗീത് ഗാത്തിയെ. ഓക്കെ, ഇതിന് സമാന ആശയമുള്ള വരി ഏതെന്ന് നോക്കാം. പേജ് നമ്പർ 16 6ാമത്തെ ലൈൻ, ദാൻ കൂർത്തി കിശോരിയും കി കോകിൽ കണ്ടി താൻ, ഇതാണ് ആ വരി. ഓക്കെ, ഇനി പേജ് നമ്പർ 18 3 നോക്കുക. തൻ മൻ കോ ഊർജ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാത്തി ഹെ, ഈ വരിക്ക് സമാനമായത് പേജ് നമ്പർ 16 9ാമത്തെ ലൈൻ, മൗൽസിരി കെ ഡേർ ഡേർ സെ താജെ ടെട്ട് കെ ഫൂൽ, ഇതാണ് ലൈന്. ഓക്കെ, ഇനി പേജ് നമ്പർ 18 4ാമത്തെ ലൈൻ എന്താണ് നോക്കാം.
ഗാവ് കി ഗലിയോം കി സുൻഹലി ദൂലിയോം ക ഹിസാസുവ. ഇതിന് സമാനമായ വരി 16-ാമത്തെ പേജിൽ തന്നെ നോക്കിയിട്ട് എഴുതണം. ഏതാണ് വരി? 12-ാമത്തെ വരി, കവിതയിലെ 12-ാമത്തെ വരി. അപ്പനി ഗംവൈ പകണ്ടിക്ക് ചന്ദൻ വർണ്ണി ദൂൽ. ഓക്കെ, ഇതാണ് വരികൾ. അടുത്തത് പേജ് നമ്പർ 18, ലാസ്റ്റ് വരി നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൻപസന്ത് ദേഹാത്തി ഖാന ചക്നേക്ക മൗക്കാമില. ഈ വരിക്ക് സമാനമായ ആശയം പേജ് നമ്പർ 17 2ഉം 3ഉം ലൈനാണ്. നമ്മുടെ കവിതയിലെ പേജ് നമ്പർ 17 2ഉം 3ഉം ലൈനാണ് നമ്മൾ വരികൾ എടുത്തെഴുതേണ്ടത്. അബ് കിമെനേം ജീബർ താൾ മക്കാന ഗായ ഒരു വരി. ഗന്ന ചൂസെ ജീഭർ, ഇതാണ് 2-ാമത്തെ വരി. അപ്പോൾ സമാന ആശയമുള്ള വരികൾ നമ്മൾ കവിതയിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതി നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തത് പേജ് നമ്പർ 18 തന്നെ കണ്ടല്ലോ. ഫസൽ, താൻ, ഫൂൽ, ധൂൾ. അവിടെ കൊടുത്തിട്ടുണ്ട് കവിതാസീൻ പദവും കി വിശേഷത സൂചിത് കർണേവാല ശബ്ദ പഹചാൻ കർ ലേക്കേ. കവിതാസെ, കവിതയിൽ നിന്ന്, ഇൻ പദവും കി വിശേഷത, ഈ പറഞ്ഞ പദങ്ങൾ, ഈ വാക്കുകളൊക്കെ വിശേഷിപ്പിച്ച ശബ്ദങ്ങൾ ഉണ്ട്. ആ ശബ്ദങ്ങൾ പഹചാൻ കർ ലേക്കേ തെരഞ്ഞെടുത്ത് എഴുതണം. ഏതൊക്കെ ശബ്ദങ്ങളെ വിശേഷിപ്പിച്ചതാണ്? ഫസൽ വിളവ്, താൻ സൗണ്ട്, ഫൂൽ പൂവ്, തൂൾ പൊടി. ഇതിനൊക്കെ വിശേഷിപ്പിച്ച ശബ്ദം കവിതയിലുണ്ട്. അത് കണ്ടുപിടിച്ച് എഴുതണം. അപ്പൊ നോക്കാം. ഒന്നാമത്തേത് ഫസൽ എന്നതിനെ വിശേഷിപ്പിച്ചത് പക്കി സുൻഹലി എന്ന ശബ്ദം കൊണ്ടാണ്. പക്കി സുൻഹലി ഫസൽ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഒന്നുകിൽ സുൻഹലി എന്ന് എഴുതിയാലും മതി, ഇല്ലെങ്കിൽ പക്കി സുൻഹലി എന്ന് എഴുതുക. അടുത്തത് താൻ എന്ന ശബ്ദത്തെ വിശേഷിപ്പിച്ചത്, വിശേഷണമാണ് എഴുതേണ്ടത്, കോകിൽ കണ്ടി എന്ന ശബ്ദം കൊണ്ടാകുന്നു. താൻ, കോകിൽ കണ്ടി, താൻ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഉത്തരം കോകിൽ കണ്ടി എന്നാണ് എഴുതേണ്ടത്. അടുത്ത ഫൂൽ എന്നതിനെ വിശേഷിപ്പിച്ചത് താജെ ടട്ടുക്കെ എന്ന ശബ്ദം കൊണ്ടാണ്. അപ്പൊ നമ്മളിവിടെ താജെ ടട്ടുക്കെ ഫൂൽ എന്നതിന്റെ വിശേഷണം എടുത്തെഴുതണം. താജെ ടട്ടുക്കെ എന്നാണ് ഉത്തരം. ചന്ദൻ വർണ്ണി, ധൂൾ എന്നതിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ധൂൾ എന്നതിനെ വിശേഷിപ്പിച്ചത് ചന്ദൻ വർണ്ണി, ധൂൾ. അതാണ് നമ്മൾ. ഓക്കെ, അപ്പൊ അവിടെ ചന്ദൻ വർണ്ണി ധൂൾ എന്നാണ്. അപ്പൊ നമ്മൾ എടുത്തെഴുതേണ്ടത് ചന്ദൻ വർണ്ണി എന്നാണ് എടുത്തെഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് വിശേഷ ശബ്ദങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തെഴുതിയിട്ടുള്ളത്. അപ്പോൾ വിശേഷ ശബ്ദങ്ങളെ നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ് ആ വിശേഷ ശബ്ദങ്ങൾ മാത്രം തിരഞ്ഞെടുത്താണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യനും ആൻസറും ആക്ടിവിറ്റീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ ഇതിൽ പഠിക്കാൻ ബാക്കിയുണ്ട്. അതായത് പേജ് നമ്പർ 18 ലാസ്റ്റ് കവിതാക്ക ആശയിലേക്ക് 4 മാർക്കിനാണ് ചോദിക്കുക. കണ്ടല്ലോ, കവിതാക്ക ആശയിലേക്ക് കണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓരോ പാരഗ്രാഫ് വെച്ച് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ആശയം കൂട്ടിയിട്ട് എഴുതാം. പക്ഷെ ഇത് ഒന്നായിട്ട് ആശയം എഴുതാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മുഴുവൻ പാരഗ്രാഫിലെയും പോയിന്റ് മാത്രം എടുത്ത് എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 നമ്മൾ എഴുതാൻ പോകുന്നത് 3 ലൈനിന്റെ ആശയം വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. 3 ലൈന് വെച്ചാണ് നമുക്ക് ആശയം എഴുതാണ്ടാവുക 4 മാർക്കിന്. അതിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ 6-7 മാർക്കിന് അതിൽ ആ 3 ലൈന് തന്നിട്ട് നമുക്ക് ചോദിക്കും. അപ്പം നന്നായിട്ട് പഠിക്കണം. അപ്പം എന്താണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതൊക്കെ പഠിക്കാം. ഈ ആശയം കൂടെ പഠിക്കാം. ഏതായാലും എൻ്റെ ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ, കമൻറ്റ്, ബെൽ ബട്ടൺ ഇവ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് വരാം. താങ്ക് യു.